പുതിയ ക്രിമിനൽ നിയമം വന്നതോടെ പണി കിട്ടിയത് പത്തനംതിട്ടയിലെ വനിതാ എസ്ഐക്കാണ്. 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ക്രിമിനൽ നിയമവും മറ്റും മാറ്റിയെഴുതി രാജ്യത്ത് ക്രിമിനലുകളുടെ അന്ത്യത്തിനും സർവനാശത്തിനുമായി കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ ഈ മാറ്റങ്ങളുമായി വന്ന ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് ABCD അറിയില്ലെന്ന് പറഞ്ഞതോടെയാണ് പണ്ട് സ്കൂളുകളിൽ മാഷുമാർ പ്രയോഗിച്ച ആ ഇമ്പോസിഷൻ പ്രയോഗം ഏമാനിപ്പോൾ വനിതാ SIക്ക് നൽകിയത്. അതായത് പത്തനംതിട്ട കൂടൽ സ്റ്റേഷനിലെ വനിതാ SIക്കാണ് പത്തനംതിട്ട SP-യുടെ വക ഇമ്പോസിഷൻ കിട്ടിയത്. വെള്ളക്കടലാസിൽ ഉത്തരം 20 തവണ എഴുതി മെയിൽ അയക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ 5 ദിവസം മുൻപാണ് സംഭവം നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ജില്ലാ പോലീസ് മേധാവി സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേരാറുണ്ട്. ഓരോ ദിവസവും സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന കേസുകളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യാറ്. സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ SP-യോട് വിവരിക്കേണ്ടത്. അങ്ങനെ കൂടൽ സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം സ്റ്റേഷനിലെ വനിതാ SI വിവരിച്ചു. SI-യോട് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏത് വകുപ്പാണ് ചുമത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു. ഇതിനാകട്ടെ SIക്ക് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു ഉത്തരം കിട്ടിയില്ല. തുടർന്ന് SP ചുമത്തേണ്ട വകുപ്പുകളുടെ വിശദാംശങ്ങൾ സ്വയം വിവരിക്കുകയും ഇത് വെള്ളക്കടലാസിൽ എഴുതി അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് വനിതാ SI ഇത് 20 തവണ എഴുതി അയച്ചു കൊടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ജനങ്ങളെക്കാൾ ഏറെ കൂടുതലായും ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരമുണ്ടായിരിക്കേണ്ടത് പോലീസുകാർക്ക് തന്നെയാണ്. എന്നാൽ മാത്രമേ നിലവിലെ IPC പ്രകാരമായിട്ടുള്ള കേസുകളൊക്കെ ചാർത്താൻ പറ്റുകയുള്ളൂ. അതേസമയം ഇത് പോലീസിൽ പുതിയ കാര്യം അല്ല എന്നാണ് SP-യുടെ പ്രതികരണം. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത്. 2 തവണ മാത്രം എഴുതാനാണ് നിർദ്ദേശിച്ചതെന്നും വനിതാ SI അത് പാലിച്ചുവെന്നുമാണ് SP പറയുന്നത്. നമുക്കറിയാം, പഴയ ഇന്ത്യൻ പീനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയവയ്ക്ക് പകരമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ നിയമങ്ങൾ ജൂലൈ 1 തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി തന്നെ പ്രാബല്യത്തിലെത്തിയത്. ഇത് ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റം വരുത്തുകയും കൊളോണിയൽ കാലത്തെ നിയമനിർമ്മാണങ്ങളെ മാറ്റി സ്ഥാപിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ അറിഞ്ഞിരിക്കേണ്ടത് 10 മാറ്റങ്ങളാണ്. അതായത് ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് 45 ദിവസത്തിനുള്ളിൽ വിധികൾ പുറപ്പെടുവിക്കണം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ആദ്യവാദം കേട്ട് 60 ദിവസത്തിനകം തന്നെ കുറ്റം ചുമത്തിയിരിക്കണം. സാക്ഷികളുടെ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാന സർക്കാരുകളും സാക്ഷി സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കണം. മറ്റൊന്ന്, ബലാത്സംഗ കേസുകളിൽ ഇരകളുടെ മൊഴികൾ അവരുടെ രക്ഷിതാവിൻ്റെയോ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം രേഖപ്പെടുത്താൻ. 7 ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. നിയമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളെ പുതിയൊരു അധ്യായത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഒരു കുട്ടിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഹീനമായ കുറ്റകൃത്യമായി തന്നെ കണക്കാക്കുന്നു. ഈ കുറ്റത്തിന് കഠിനമായ ശിക്ഷകൾ ഉറപ്പുവരുത്തുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാം. വിവാഹ വാഗ്ദാനം നൽകി തെറ്റിദ്ധരിപ്പിച്ചതിന് പിന്നാലെ സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന കേസുകളിൽ പുതിയ നിയമത്തിൽ ശിക്ഷ ഉറപ്പുവരുത്തുന്നു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് 90 ദിവസത്തിനുള്ളിൽ കേസുകളിലെ പുതിയ വിവരങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. എല്ലാ ആശുപത്രികളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരയായവർക്ക് സൗജന്യ പ്രഥമ ശുശ്രൂഷയോ ചികിത്സയോ നൽകണം. FIR, പോലീസ് റിപ്പോർട്ട്, കുറ്റപത്രം, മൊഴികൾ, കുറ്റസമ്മതം, മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ 14 ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും അർഹതയുണ്ട്. കേസിന്റെ വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾക്ക് പരമാവധി 2 തവണ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ അനുവദിക്കും. പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുന്നതിന് ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അധികാര പരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നു. മാത്രമല്ല, അറസ്റ്റിലാകുന്ന വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ അറിയിക്കാൻ അവകാശമുണ്ട്. അതുവഴി അയാൾക്ക് ഉടൻ തന്നെ സഹായം ലഭിക്കും. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ അയാളുമായി ബന്ധപ്പെടുന്നതിന് പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അറസ്റ്റിന്റെ വിശദാംശങ്ങളടക്കം പ്രദർശിപ്പിക്കും. അത്തരത്തിൽ പുതിയ നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ തന്നെ വന്നിരിക്കുന്നു. ഇതെല്ലാം പോലീസുകാർ പഠിച്ചു വെച്ചില്ലെങ്കിൽ നിലവിൽ കേസ് ചാർജ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള നടപടികൾക്കോ ഇതേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ തന്നെയാണ് ഇപ്പോൾ SIക്ക് ചെറിയൊരു ശിക്ഷ കൊടുത്തുകൊണ്ട് SP തന്നെ ഈ ഒരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.